കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. അദ്ദേഹം അടുത്ത രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു, പ്രത്യേകിച്ച് കൺവെൻഷനുകൾ. അപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രചരണ രംഗത്ത് എങ്ങനെയുണ്ടായിരുന്നു സ്വീകരണം? ആദ്യഘട്ടത്തിലെ പ്രചരണത്തിന് ഞാൻ മുൻതൂക്കം നൽകിയത് പ്രധാനപ്പെട്ട വ്യക്തികളും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും സന്ദർശിക്കുക എന്നതായിരുന്നു. അതേതാണ്ട് 90% പൂർത്തിയായിട്ടുണ്ട്. ഇനിയും തീരാത്ത ചില കാര്യങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്, ചില ആളുകളുണ്ട്. അതും ഇപ്പോൾ ഈ 3-4 ദിവസത്തിനകത്ത് പൂർത്തിയാക്കും. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 10-ാം തീയതി കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കൺവെൻഷൻ കോട്ടയത്ത് വെച്ച് നടക്കുക. മറ്റേ തിരുനക്കര മൈതാനത്താണ് അത് നടക്കുക. അത് LDF നേതൃത്വം നൽകി അതിന് നടക്കുന്നു. അതിൻ്റെ ശേഷം രണ്ടാം ഘട്ടത്തിൽ തന്നെ മണ്ഡലം തല കൺവെൻഷനുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അസംബ്ലി മണ്ഡലങ്ങളിൽ തന്നെ അതിനും ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി പിന്നെ ഭവന സന്ദർശനം ലെവലിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ഏത് തരത്തിൽ അനുകൂലമാണെന്നാണ് വിശ്വസിക്കുന്നത്? നിലവിലെ രാഷ്ട്രീയ സാഹചര്യം തികച്ചും അനുകൂലമാണ് എന്നതിന് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പ്രധാനമായും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയാണ്. എല്ലാ കാലവും അങ്ങനെയായിരുന്നു. അതിനവരുടെ അംഗീകാരം കിട്ടിയിട്ടുമുണ്ട്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ മുഖ്യമായി പറയുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസം ഞാൻ പ്രസിദ്ധീകരിച്ച വികസന രേഖയിൽ അതെല്ലാം വളരെ അക്കമിട്ട് പറയുന്നുണ്ട്. MP ഫണ്ടിൻ്റെ കാര്യമായാലും റെയിൽവേ വികസനത്തിൻ്റെ കാര്യമായാലും ഭിന്നശേഷി സൗഹൃദമാക്കുന്ന കാര്യമായിരുന്നാലും എല്ലാം വളരെ കൃത്യതയോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അതിനുള്ള അംഗീകാരം ജനങ്ങൾ നൽകും എന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട്. പാർലമെൻറ്റിനകത്ത് കർഷകരുടെ വിഷയം, പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ വിഷയം, അതുപോലെ തന്നെ ദേശീയ പ്രാധാന്യമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ, മണിപ്പൂർ പ്രശ്നം, ഇതൊക്കെ നിരന്തരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. കർഷകരുടെ പ്രശ്നത്തിൽ പ്രധാനമായിട്ടും റബ്ബർ കർഷകരുടെയും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ റബ്ബർ കർഷകർ ഇന്ന് നേരിടുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൻ്റെയും കാര്യമാണ്. അതിൽ കേന്ദ്ര സർക്കാർ 972 വനം വന്യജീവി നിയമം അത് പരിഷ്കരിക്കണമെന്ന ആവശ്യം ഞാനും ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയും 2 സഭയിലും ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. പക്ഷേ അത് ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ, കർഷകർ ആഗ്രഹിക്കുന്ന രീതിയിലായിരുന്നില്ല. അത് വീണ്ടും അതിനായുള്ള പോരാട്ടം തുടരും. ഇപ്പം നിലവിൽ മണ്ഡലത്തിൽ പോവുകയും പ്രധാനപ്പെട്ട പ്രവർത്തകരെ കാണുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണല്ലോ. അത് എപ്പോഴാണ് രാവിലെ തുടങ്ങി എപ്പോഴാണ് അത് അവസാനിക്കുക? പിന്നെ മാത്രമല്ല കടുത്ത ചൂടാണ്. രാവിലെ സാധാരണഗതിയിൽ ഞാനൊരു 7 മണിയാകുമ്പോഴത്തേക്കും തയ്യാറാവും. 7 മണിയാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കുറേ ആളുകളൊക്കെ വീട്ടിലും വരും. അപ്പോൾ അവരോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തതിന് ശേഷമാണ് പോവുക. അപ്പോൾ ഒരു 8 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട്. വലിയ ചൂട് ആകുന്നതിന് മുമ്പായി ഈ സ്ഥാപനം, പിന്നെ സ്ഥാപനങ്ങളും വ്യക്തികളെയും കാണുന്നത് കൊണ്ട് ചൂട് വലിയൊരു പ്രശ്നമല്ല. പിന്നെ അതോടൊപ്പം തന്നെ MP ഫണ്ടിൽ നിന്നും PMGSY ഫണ്ടിൽ നിന്നും മറ്റ് രീതിയിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഉദ്ഘാടനങ്ങൾ നടക്കാനുണ്ട്. ആ ഉദ്ഘാടന യോഗങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത വിവിധങ്ങളായ പദ്ധതികളുണ്ട്. ഇന്നലെ പിന്നെ കോട്ടയത്ത് ദന്തൽ കോളേജിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അയ്മനം വെല്ലിയാട് PHC FSG ആക്കി ഉയർത്തിയ ഒരു വലിയ കെട്ടിടം ഏതാണ്ട് 2 കോടി രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ചതുണ്ടായിരുന്നു. കടനാട് പഞ്ചായത്തിലെ PHC FHC ആയി ഉയർത്തിയ പരിപാടിയുണ്ട്. അതിലും ബഹുമാനപ്പെട്ട മന്ത്രിമാർ വന്ന് ആ സമ്മേളനങ്ങളുണ്ടായിരുന്നു. അതിലും പങ്കെടുക്കുകയുണ്ടായി. എന്തായാലും തോമസ് ചാഴിക്കാടൻ എന്ന MP സംബന്ധിച്ച് ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം മാത്രമല്ല, അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി മണ്ഡലത്തിൽ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടുള്ള ഒരു പരിണനം കൂടിയായിട്ട് ഇത് മാറുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.